ഇല്ലാടികളെ ഫസ്റ്റ് ഓഫ് ഓൾ സോറി ഇല്ലാടല്ല എന്താ സംഭവിച്ചു നമ്മൾ ഒരു മാസം കറക്റ്റ് പറയണ ഇല്ലാടെ 29 ദിവസമായി തോന്നുന്നു, ഒരു മാസമായി തോന്നുന്നു. ഒരു മാസം വീഡിയോ ഇട്ടിട്ട് എന്താ സംഭവിച്ചു കഴിഞ്ഞാൽ സത്യം പറയില്ല, നല്ല തിരക്കിപ്പെട്ടു പറഞ്ഞാൽ നല്ല തിരക്കിപ്പെട്ടു. അപ്പൊ നമ്മൾ പിന്നെയും ബാക്ക് ടു വന്നിരിക്കുകയാണ്. എന്താ വെച്ച് കഴിഞ്ഞാൽ കുറെ പേര് നമുക്ക് മെസ്സേജ് ഒക്കെ അയച്ച് ചോദിക്കുന്നത് ബ്രോ എന്താണ് ആ ചാനലിൽ വീഡിയോസ് ഇടുന്നതെന്നൊക്കെ ചോദിച്ചു. സോ നമ്മൾ വന്നിരിക്കുകയാണ്. ഇപ്പൊ എന്താ വെച്ചാൽ നമ്മൾ വീഡിയോസ് ചെയ്യാനായിട്ട് ഇനി കൺസിസ്റ്റന്റ് ആയിട്ട് വീഡിയോ ഉണ്ടാവും, അത് ഉറപ്പാണ്. എന്താ വെച്ചാൽ നമ്മൾ കുറച്ച് ബ്രേക്ക് പറഞ്ഞാൽ ബ്രേക്കാണെന്ന് ചോദിച്ചാൽ ബ്രേക്കും അല്ല ഇല്ലാടല്ല, കുറച്ച് പരിപാടി കാര്യങ്ങളൊക്കെ തിരക്കായി. പിന്നെ നമ്മുടെ കുറച്ച് പരിപാടി സ്റ്റുഡിയോ കാര്യങ്ങളൊക്കെ ബിൽഡ് ചെയ്തോണ്ടിരിക്കുന്നുണ്ട്, അതിന്റെ വീഡിയോസ് ഒക്കെ ഞാൻ പറയാം. അപ്പൊ അതൊക്കെ ആയിട്ട് തിരക്കായി, അതുകൊണ്ടാണ്. അപ്പൊ നമ്മളെന്താ വെച്ചാൽ പിന്നെ വന്നിരിക്കുകയാണ്. ഇപ്പൊ എന്താ കിട്ടാൻ നടക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഫുള്ള് ഇപ്പൊ പ്രശ്നങ്ങളാണല്ലോ, സോഷ്യൽ മീഡിയ ഫുള്ള് പ്രശ്നങ്ങളാണ് സത്യം പറഞ്ഞത്. അപ്പൊ കുറെ ആള് എന്നെ അങ്ങോട്ട് നോക്കി ഇങ്ങോട്ട് നോക്കി എന്നെ വെല്ലുവിളിച്ചു, അത് ഇത് എന്നൊക്കെ പറഞ്ഞപ്പോൾ നല്ല പ്രശ്നങ്ങളാണ്, മനസ്സിലായില്ലേ? നമ്മൾ അതൊന്നും എടുക്കില്ല, അതെടുക്കില്ല, അതിന് സമയമുണ്ട്. ഇപ്പൊ എന്താ വെച്ചാൽ ഇപ്പൊ മണ്ഡലമാസം ആരം പോയി. അപ്പൊ അതിന് തന്നെ സ്വാമി ശരണം അയ്യപ്പ എന്താ വെച്ചാൽ അവിടെ സന്നിധാനത്ത് നല്ല തിരക്ക് കിട്ടത്. ഞാൻ ന്യൂസ് കണ്ടിട്ട് സത്യം പറയുമല്ലോ, എന്റെ പൊന്നോ എന്തിനാണ് ഇങ്ങനെ. ഇപ്പൊ നമ്മൾ തിരുപ്പതി ചെയ്ത പോലെയൊക്കെ ചെയ്യണം ഇല്ല, അത് ചെയ്യാൻ ഫുൾ ടൈം ഈ ഒരു സീസണിൽ സത്യം പറഞ്ഞാൽ ഈ ഒരു ശബരിമല സീസണിൽ ഫുൾ ടൈം നട തുറന്ന് വെക്കണം എന്നാണ് എന്റെ ഒരു അഭിപ്രായം കേട്ടോ. സത്യമായിട്ട് എന്താ വെച്ച് കഴിഞ്ഞാൽ അത്രയും ഭക്തന്മാർ വരുന്നതാണ് തിരുപ്പതിയിൽ. എന്താ വെച്ച് കഴിഞ്ഞാൽ ഫുൾ ടൈം നട തുറന്ന് ഇരിക്കും, ഫുൾ ടൈം നട തുറന്നിരിക്കും. ഞാൻ കേട്ടിട്ടുണ്ട്, ഞാൻ എപ്പോഴും ഒരിക്കൽ ചെറുപ്പത്തിൽ പോയിട്ടുണ്ട്, മനസ്സിലായില്ലേ? അപ്പൊ ഇപ്പൊ എന്താ വെച്ചാൽ ഈ സീസണിൽ ശബരിമല സീസണിലായിരിക്കും ആൾക്കാർ സ്വാമികൾ ഫുള്ള് വരുന്നത്. അപ്പൊ എന്താ വെച്ച് കഴിഞ്ഞാൽ ഇന്ന സമയത്തിന്റെ പകരം ഫുൾ ടൈം നട തുറന്ന് വെക്കുക. അപ്പൊ സ്വാമികൾ വരുന്നു, അയ്യപ്പനെ ദർശനം അയ്യപ്പനെ കാണുന്നു, തിരിച്ചു പോവുക. അതാണ് എന്റെ ഒരു അഭിപ്രായം. നിങ്ങൾക്ക് എന്താ അഭിപ്രായം വെച്ചാൽ നിങ്ങൾ കമന്റ് ചെയ്യുക. എല്ലാന്ന് പറഞ്ഞാൽ സത്യം പറഞ്ഞാൽ ഈ സ്വാമികൾ വരുന്ന സ്വാമികളും എല്ലാവരും വലയും, നല്ല രീതിക്ക് വലിയും പറഞ്ഞാൽ നല്ല രീതിക്ക് വലിയും. സത്യം പറയല്ലോ, ഇപ്പൊ ഞാൻ ന്യൂസ് കണ്ടപ്പോൾ ഇല്ലാതെ സത്യം പറഞ്ഞ കുട്ടികള്, കുറച്ച് വയസ്സായ അമ്മമാര്, പിന്നെ നമ്മള് പുരുഷന്മാരനെ ഇല്ലാതെ സത്യം പറഞ്ഞാൽ അവരെ കൊണ്ട് താങ്ങാൻ പറ്റില്ല. അപ്പൊ കുട്ടികളുടെ അവസ്ഥയൊക്കെ എന്തായിരിക്കും ആലോചിച്ച് നോക്ക്. അത്രയ്ക്ക് തിരക്ക് പറഞ്ഞാൽ അത്രയ്ക്ക് തിരക്ക്. ഭക്ഷണമില്ല, വെള്ളമൊക്കെ കിട്ടായിരിക്കും, ഭക്ഷണം ഒന്നുമില്ലാതെ ഒരു ദിവസം അല്ലെങ്കിൽ 1.5 ദിവസം എത്രയോ മണിക്കൂറുകളോളം ഇങ്ങനെ നിൽക്കാന്ന് പറഞ്ഞാൽ സത്യം പറഞ്ഞാലേ അത് വല്ലാത്തൊരു അവസ്ഥയാണ്. സത്യം പറഞ്ഞാൽ ദയനീയമായ അവസ്ഥയാണ്. എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവർ ഓൾറെഡി ഇവിടുന്ന് ഈ താഴ്ന്ന ഈ പമ്പയിൽ നിന്നൊക്കെ ഈ നിലയ്ക്കൽ പമ്പ അവിടെ നിന്നൊക്കെ ഞാനൊരു 7ാം ക്ലാസ് പഠിക്കുമ്പോൾ മലയ്ക്ക് പാടില്ല, എനിക്ക് അധികം ഓർമ്മയില്ല. ഇപ്രാവശ്യം എന്തായാലും മലകറന്നൊക്കെ ഉണ്ട്. അപ്പൊ ഇവിടെ നിന്ന് ഇങ്ങനെ നടന്ന് ഈ ഇരുമുടി കെട്ടും വെച്ച് നടന്ന് ഇത്രയും മുകളിലെത്താണ് ഈ മല കയറിയിട്ട്, മനസ്സിലല്ലേ? ആ മല കയറി എത്തുന്ന സമയത്ത് അവർക്ക് പെട്ടെന്ന് ദർശനം കിട്ടി കഴിഞ്ഞിട്ട് അങ്ങനെ ഇറങ്ങി കഴിഞ്ഞാൽ അതോട് കഴിഞ്ഞു, മനസ്സിലായി? എന്താ വെച്ചാൽ നമ്മള് ശബരിമല പോയി ദർശനം കിട്ടിയില്ല, അത് ഈ വെയിറ്റ് ചെയ്ത് പോണ പരിപാടിയില്ലേ, അത് വല്ലാത്തൊരു അവസ്ഥയാണ് കേട്ടത്. അതും ഇമാതിരി എഫേർട്ടൊക്കെ എടുത്തിട്ട് എന്താ വെച്ചാൽ ഇത്രയും വലിയ മല കയറിയിട്ട് കുട്ടികളും എല്ലാവരും സത്യം പറഞ്ഞ ദയനീയ അവസ്ഥയാണ് ചെയ്യാറില്ല. ഞാൻ വീഡിയോസ് ഒക്കെ കണ്ടു, എന്റെ പൊന്നോ സത്യം പറയലുള്ള ഇമാതിരി ഒരു ഇത് സത്യമായി സഹിക്കൂല. അവർ കുറെ പറയുന്നുണ്ട്, എന്താ വെച്ചാൽ ദേവസ്വം ബോർഡിന് പറയുന്നുണ്ട്, കുറെ പോലീസുകാരും പറയുന്നുണ്ട്. സത്യം പറഞ്ഞല്ലേ, ഞാൻ പറഞ്ഞില്ല ഈ ഒരു അവസ്ഥ എന്താ വെച്ചാൽ നമ്മളിപ്പോ ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ എന്റെ ഒരു അഭിപ്രായത്തിലാണ്, എന്റെ ഒരു അഭിപ്രായമാണ് ഇങ്ങനെ ഫുൾ ടൈം നടന്നു തുറന്നു കഴിഞ്ഞാൽ ഈ തിരക്ക് ഒഴിവാകുമെന്ന് വിചാരിക്കുന്നു, മനസ്സിലായി? എന്താ വെച്ചാൽ നമ്മൾ ഈ ഭക്തന്മാരെ നമ്മൾ പരിഗണിക്കണമല്ലോ. നമ്മൾ ഓക്കെ പുണ്യപരിമാനമായ സ്ഥലമാണ്, പക്ഷെ എന്നാലും ഇപ്പൊ നമ്മൾ ഫുൾ ടൈം തുറന്നിട്ടാലും കുഴപ്പമില്ല, നട തുറന്നിട്ടാലും കുഴപ്പമില്ലെന്നാണ് എന്റെ ഒരു അഭിപ്രായം. എനിക്ക് അറിയില്ല ഇല്ലാടല്ല, ഇപ്പൊ നമ്മൾ പറഞ്ഞത് തെറ്റായെങ്കിൽ സോറി, നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തുക. ഞാൻ കുറച്ച് ക്ലിപ്സ് ഉണ്ട് ഇല്ലാതെ ന്യൂസിൽ വന്ന് അതൊന്ന് ജസ്റ്റ് പ്ലേ ചെയ്യാമെന്ന് ഞാൻ ബാക്കി പറയാം. ഇന്നലെ രാത്രി 11 മണിക്ക് കയറിയതാ കുട്ടീനായിട്ട്. എന്നിട്ട് രണ്ട് പിള്ളേരും വയസ്സായ അമ്മയുള്ളത് ഞങ്ങൾക്ക് കയറാനായിട്ട്. എന്നിട്ട് 18-ാം പടി കയറാൻ പറ്റിയിട്ടില്ല. കുട്ടി 2-3 വട്ടം വരിയിൽ എന്നിട്ട് തിക്കൊണ്ട് ഛർദ്ദിച്ചിട്ട് ഹോസ്പിറ്റലിൽ വരെ പോയി. അതിന്റെ ലീസ്റ്റാണ് ഈ കാണുന്നത്. എന്നിട്ട് ഞങ്ങൾക്ക് പറയുമ്പോ തിരക്കാണ്, ഇപ്പൊ കയറാൻ പറ്റില്ല. അവരെന്തിനാണ് ഈ ക്യൂ കൊടുക്കാനുള്ള കാർഡ് തരുന്നത്? ആകെ 90,000 പേരെ കയറ്റുള്ള കാർഡ് തരുന്നത്. ഞങ്ങൾ എത്ര വഴിയാകണമെന്ന് വരുന്നവരാ വണ്ടിയും വിളിച്ചിട്ട്. അപ്പൊ അവർക്കൊരു റെസ്പോൺസിബിലിറ്റി ഇല്ല. അവർക്ക് കാർഡ് തേക്കാം, ഹോസ്പിറ്റലിലെ കാർഡ് ഡോക്ടർ എഴുതി തന്നു, അവർക്ക് കൊണ്ട് കണ്ടു കാണിച്ചപ്പോൾ ഞങ്ങൾക്കറിയില്ല. ഈ വയസ്സായ ഇന്ന് കാലത്ത് തൊഴാനുള്ള പാസ് ഞങ്ങൾ ഓൺലൈനിൽ വഴി എടുത്തുള്ളതാ, അത് എന്റെ കയ്യില്. എന്നിട്ട് ഞങ്ങൾക്ക് ഇതുവരെ കയറാൻ പറ്റിയിട്ടില്ല, അറിയോ? ഇന്നലെ രാത്രി 11 മണിക്ക് വരിയിലിക്കണതാ. ഈ കുട്ടീനെ ചെറിയ കുട്ടീനെയാണ്, അറിയോ? ഹോസ്പിറ്റലിൽ കാണിച്ചു 2-3 വട്ടം ഛർദ്ദിച്ചിട്ട് തിക്കൊണ്ടിട്ട്. കണ്ടോക്കില്ലോ, സത്യം പറയല്ലോ എന്ത് അവസ്ഥയാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. ഇത് ഞാൻ പിന്നെ ഇപ്പൊ കാര്യം മനസ്സിലായെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പാസ് വഴിയാണ് നമ്മൾ അവിടെ ദർശനം നടത്തേണ്ടത്, മനസ്സിലായി? അപ്പൊ ഈ പാസ് എന്തിനാണ് ഇത്രയും പേര് ഇങ്ങനെ അനുവദിക്കുന്നത് ഈ ഡേറ്റിൽ എന്നാണ് എന്റെ ഒരു ചോദ്യം. അപ്പൊ നമ്മൾ ഇത്ര പേര് ഒരു ദിവസം ലിമിറ്റ് ഉള്ളെങ്കിൽ ആ ദിവസമുള്ള അത്രയും ലിമിറ്റുള്ള ആൾക്കാരെ മാത്രം ഈ പാസ് കൊടുത്തു വിടുക, മനസ്സിലായില്ല? അവരെ പോയ ശേഷം ബാക്കിയുള്ളവർ കയറ്റുക. അതാണ് എന്റെ ഒരു അഭിപ്രായം. ഇങ്ങനെ സമയ നിയന്ത്രണം ഉണ്ടെങ്കിൽ ഇല്ല, എല്ലാവർക്കും കയറാൻ പറ്റുകയാണെങ്കിൽ ഓക്കെ, ഫുൾ ടൈം നടന്നു തുറന്നിടുക. അതാണ് എന്റെ ഒരു അഭിപ്രായം. ഇല്ലാതെ നിങ്ങളും രേഖപ്പെടുത്തട്ടെ. എന്ന് വെച്ചാൽ ഇത് നല്ല
ഇനി വരാൻ പോണ പ്രശ്നങ്ങൾ ഇതൊക്കെ ആയിരിക്കും. ഏകദേശം മണ്ഡലമാസം ആരംഭമാണ്. കുറെ 2-3 മാസത്തോളം നമ്മുടെ സ്വാമികൾ ഉണ്ടാവും. അപ്പൊ അവിടെ ഇതുപോലെയുള്ള ഇനിയും പ്രശ്നങ്ങൾ ഉണ്ടാവും. ഇപ്പൊ ആക്സിഡന്റ് ഒക്കെ നടക്കുന്നുണ്ട്. ശബരിമലയ്ക്ക് റോഡിൽ വണ്ടികളൊക്കെ മറിഞ്ഞു എന്നൊക്കെ പറയുന്നത് കേൾക്കണ്ടില്ല. അപ്പൊ എല്ലാവരും സ്വാമികളൊക്കെ ഉണ്ടെങ്കിൽ സേഫ് ആയിട്ട് പോയിട്ട് വരാം, അതേ പറയുന്നുള്ളൂ. സത്യം പറഞ്ഞാൽ നമ്മൾ വിചാരിക്കുന്ന അപ്പുറമായിരിക്കും തിരക്ക്. സത്യം പറഞ്ഞു ഭക്തന്മാരൊക്കെ കൂടി വരികയാണ്. അപ്പൊ മനസ്സിലായല്ലോ. അപ്പൊ ഈ ഒരു അഭിപ്രായം എൻ്റെ ഒരു അഭിപ്രായമാണ്. പറ്റുമെങ്കിലല്ല, നിങ്ങളെല്ലാവരും പറയുകയാണെങ്കിൽ ചിലപ്പോൾ അത് നടക്കുമായിരിക്കും. എന്ന് വെച്ച് കഴിഞ്ഞാൽ എത്രയും തിരക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് അവിടെ. കുട്ടികളും സ്ത്രീകളെ പുരുഷന്മാരെ, നമുക്ക് പുരുഷന്മാർക്ക് പോലും താങ്ങാൻ പറ്റില്ല ലീഡർ. അപ്പൊ കുട്ടികളുടെയും സ്ത്രീകളുടെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. അതേ പറയുന്നുള്ളൂ. ബാക്കി അപ്ഡേറ്റ് ഒക്കെ വരുമ്പോൾ എന്തായാലും വരെ ഇടല. പിന്നെ പറയാനുള്ളത് എന്താ വെച്ചാൽ ഇനി കൺസിസ്റ്റന്റ് ആയിട്ട് നമ്മുടെ ചാനൽ വീഡിയോസ് ഉണ്ടാവും. കീപ് സപ്പോർട്ടിങ്, പണ്ടതുപോലെ സപ്പോർട്ട് ചെയ്യില്ല, അതേ പറയുന്നുള്ളൂ. അപ്പോൾ ബൈ, ഹാപ്പി ആയിട്ടിരിക്കുക.